നമസ്കാരം, എല്ലാവർക്കും ഡോക്ടർ ബി പി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ADHD കുറിച്ചാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ കുട്ടികളും കുറച്ച് വാശിയുള്ളവരാണ് അല്ലേ? എന്നാൽ ഈ ADHD ഉള്ള കുട്ടികളുടെ വാശി കുറച്ചധികം കൂടുതലായിരിക്കും. എങ്ങനെയാണ് കുട്ടികൾക്ക് ADHD ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുന്നത്? അതുപോലെ തന്നെ ADHD ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്തെല്ലാം പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തെല്ലാം രീതിയിലുള്ള ചികിത്സാ രീതികൾ അവൈലബിൾ ആണ് എന്നെല്ലാമാണ് നമ്മൾ ഇത്തവണ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു കണ്ടീഷനാണ്, ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ഈ കണ്ടീഷനിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രെയിനിന്റെ ആക്ടിവിറ്റീസിനും ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനും കുറച്ച് ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്താണ് ADHD സംഭവിക്കുന്നത്. ഇതുകൊണ്ട് ആളുകൾക്ക് ഇപ്പോൾ അറ്റൻഷൻ സ്പാൻ, അതുപോലെ തന്നെ ഭയങ്കര ഇമ്പൾസീവായിട്ട് പെരുമാറുക, പിന്നെ അതുപോലെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആകുക, ഇതൊക്കെയാണ് ഇതിന്റെ ഒരു സിംറ്റംസ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വാശി അവരുടെ കൂടെ ഉള്ളൊരു കാര്യമാണ്. അവർ ചെറുപ്പത്തിലെ എല്ലാ കുട്ടികളും വളരെ വാശിക്കാരായിരിക്കും. എന്നാൽ ADHD ഉള്ള കുട്ടികളുടെ വാശി അത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും പേരൻസിനെ ഒന്ന് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുവരാനായിട്ട്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ADHD 3 ഏരിയാസിനെ കുറിച്ചാണ്. ഇൻഅറ്റൻറ്റീവ് ആവുക, അതുപോലെ ഇമ്പൾസീവ് ആവുക, ഹൈപ്പർ ആക്റ്റീവ് ആവുക. ഈ 3 ഏരിയാസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഇൻഅറ്റൻഷൻ എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെയുണ്ട് കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ ഇപ്പോൾ ക്ലാസ്സുകളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് തന്നെ ഡിസ്ട്രാക്ട് ആയി പോവുക. അതുപോലെ തന്നെ എപ്പോഴും സ്വപ്നലോകത്തിരിക്കുന്ന പല കുട്ടികളെയും ടീച്ചേഴ്സ് ഇങ്ങനെ ചോക്കൊക്കെ കൊണ്ട് എറിഞ്ഞ് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ വളരെ ഇൻഅറ്റൻറ്റീവ് ആയിട്ട് ക്ലാസ്സിലാണെങ്കിൽ ആളുകളോട് സംസാരിക്കുന്ന സമയത്താണെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന് വേറൊരു ടോപ്പിക്കിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഏരിയ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് ആ കുട്ടികൾ വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കും. അവർക്ക് ഒരു സ്ഥലത്ത് അച്ചടക്കത്തോടെ ഇരിക്കാനോ അതുപോലെ തന്നെ ശ്രദ്ധിച്ചിരിക്കാനോ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് അവരോട് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കത് പറ്റില്ല. കാരണം അവർക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയർ ഉള്ളതുകൊണ്ടിട്ട് അവർക്കൊരു പെർട്ടിക്കുലർ സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്ന് സംസാരിക്കാതിരിക്കാനൊന്നും സാധിക്കില്ല. പിന്നെ അതുപോലെ തന്നെ വളരെ മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ പോലെ അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എപ്പോഴും ഒരു കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വളരെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ക്ലൈംബ് ചെയ്യുക, ജമ്പ് ചെയ്യുക, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കും. ഇവരെന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോലും അതിനുള്ള ഒരു ഉത്തരം ഉണ്ടാവില്ല. അടുത്തത് ഇമ്പൾസീവ് എന്ന് പറയുന്ന ഏരിയ ആണ്. ഈ ഇമ്പൾസീവ് എന്ന് പറഞ്ഞ ഏരിയയിൽ കുട്ടികൾക്ക് ഇപ്പൊ ADHDനെ പറ്റി എല്ലാവരും സംസാരിക്കുമ്പോൾ തന്നെ പറയുന്ന ഒന്നാണ് അവരുടെ ടേണിന് വേണ്ടി അവർക്ക് വെയിറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന്. അത് ശരിയാണ്. കാരണം ഇവർക്ക് അവരുടെ ടേൺ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതിന് ഒരു ഇമ്പൾസിവിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അത് മാത്രമല്ല, കുട്ടികൾ പേരൻസിന്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യുകയും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇവർ വളരെ ഇമോഷണൽ ആയിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യും. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഇതെല്ലാം കാണുമ്പോൾ അയ്യോ എൻ്റെ കുട്ടിക്കും ADHD ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ പേരൻസിന് എല്ലാവർക്കും വരും. പക്ഷെ അത് അങ്ങനെയല്ല. എല്ലാ കുട്ടികളും വളരെ റെസ്റ്റ്ലെസ് ആയിരിക്കും. ഒരുപോലത്തെ എല്ലാ സിംറ്റംസും കുട്ടികൾ കാണിക്കുന്നുണ്ടാവും. എന്നാൽ അവരുടെ ഒരു ഏജ് പ്രോഗ്രസ് ചെയ്യുന്നതനുസരിച്ച് അവർ ആ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാനും അതുപോലെ അറ്റൻഷൻ ഉണ്ടാക്കാനും പിന്നെ അതുപോലെ ഇമ്പൾസീവായിട്ട് തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും ഹൈപ്പർ ആക്റ്റീവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കാതിരിക്കാനും ഇതെല്ലാം ആളുകൾ സ്കിൽ വഴിയാണ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. സോ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്ന കുട്ടികൾക്കാണ് നമ്മളൊരു ഡോക്ടറിന്റെ കൺസൾട്ടേഷൻ വേണ്ടതും ADHD ആണോ അല്ലയോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യേണ്ടതും. ADHDക്ക് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കോസ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പാരമ്പരാഗതമായി വരുന്നു എന്നുള്ളതല്ലാതെ വേറൊരു എക്സ്റ്റേണൽ കോഴ്സും ഇതിനില്ല. അത് മാത്രമല്ല, ഇപ്പൊ ഏതെങ്കിലും ഒരു റിലേറ്റീവിനോ പേരൻസിനോ ADHD ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ADHD ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ചില സാഹചര്യങ്ങളിൽ പ്രീമച്വർ ആയിട്ട് ജനിക്കുന്ന കുട്ടികൾക്കും പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്രഗ് അബ്യൂസീവ് ആയിട്ടുള്ള അമ്മമാർക്കും അതുപോലെ തന്നെ എന്തെങ്കിലും പെർട്ടിക്കുലർ മെഡിസിൻസ് പ്രഗ്നൻസി സമയത്ത് എടുക്കുന്നത് കൊണ്ടും ഇങ്ങനത്തെ അസുഖങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് ഒരു സംശയമുണ്ട്, കുട്ടിയുടെ ഒരു ഇൻഅറ്റൻഷൻ അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി ഒരു ഇമ്പൾസിവിറ്റി എല്ലാം കാണുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളിൽ നിന്ന് സ്ഥിരമായിട്ട് കംപ്ലൈന്റുകൾ വരുന്നു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സജഷൻസ് ഇതിനകത്ത് നിന്ന് എടുക്കുകയും ഒരു പ്രോപ്പർ ഡയഗ്നോസിൽ എത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ADHD എന്താണെന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി ADHDന്റെ എങ്ങനെ ട്രീറ്റ്മെന്റ്സ്, എന്തെല്ലാം രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മെഡിസിൻസ് ആണ് ഒരു ഓപ്ഷൻ ഉള്ളത്. നിങ്ങൾ ഏത് ഡോക്ടറെയാണോ കാണിക്കുന്നത് ആ ഡോക്ടറായിട്ട് കൃത്യമായിട്ട് ഈ മെഡിസിന്റെ യൂസ് എന്തൊക്കെയാണ് നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് അറിഞ്ഞു മനസ്സിലാക്കുക. ഇത് കുട്ടിയുടെ ഒരു അറ്റൻഷൻ കൂട്ടാനും അതുപോലെ തന്നെ കുറച്ച് സെൽഫ് കൺട്രോൾ കൊണ്ടുവരാനും അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി ഒന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ടുള്ള മെഡിക്കേഷൻസ് ആയിരിക്കണം നമ്മൾ ആദ്യമേ മെഡിസിൻസിൽ എടുക്കേണ്ടത്. മരുന്നിന്റെ പോലെ തന്നെ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ബിഹേവിയറൽ തെറാപ്പികൾ എടുക്കുക എന്നുള്ളത്. അതെ, ഇപ്പൊ കുട്ടികൾക്കെല്ലാം ADHD ഉള്ള കുട്ടികൾക്ക് പ്രത്യേകിച്ചും തെറാപ്പികൾ പല രീതിയിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് സോഷ്യലിയും ഇമോഷണലിയും അതുപോലെ തന്നെ പ്ലാനിങ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനായിട്ട് ബിഹേവിയറൽ തെറാപ്പീസ് ഹെൽപ്പ് ചെയ്യും.
ADHD ഉള്ള കുട്ടികൾക്ക് മാത്രമല്ല അവരുടെ പേരൻസിനും അതിൻ്റെതായിട്ടുള്ള കോച്ചിങ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികളുടെ ഒരു ടാൻഡ്രം അല്ലെങ്കിൽ ഒരു ADHD ഉള്ള കുട്ടികളുടെ ഒരു ബിഹേവിയർ അതിനെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതിന് പാരൻസിന് ഒരു അത്യാവശ്യമായ കോച്ചിങ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ഇത് പേരൻസിന് മാത്രമല്ല, കുട്ടികൾ ഏറ്റവും കൂടുതൽ സമയം പ്രൊഡക്റ്റീവായിട്ട് ചെലവാക്കുന്നത് അവരുടെ സ്കൂളിലാണ്. ഇങ്ങനെ ഒരു ADHD ഉള്ള കണ്ടീഷനുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ടീച്ചറിനോട് നല്ല രീതിയിലായിട്ട് ഈ ADHD പറ്റി സംസാരിക്കുക. ടീച്ചേഴ്സിനും ഇതിൻ്റെതായിട്ടുള്ള കോച്ചിങ് എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അവർക്കും മനസ്സിലാവും എങ്ങനെയാണ് ഒരു ADHD ഉള്ള കുട്ടീനോട് അവരുടെ ഒരു ടാൻഡ്രത്തിനോടൊക്കെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളത് ടീച്ചേഴ്സിന് അവരുടെ സ്കൂളിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. റൈറ്റ് ട്രീറ്റ്മെന്റ് എപ്പോഴും ADHDനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സും പാരൻസും ഒരേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ADHD എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ മറികടക്കാനായിട്ടും സാധിക്കും. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് ഇങ്ങനത്തെ ട്രെയിനിങ് എല്ലാം ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരും തോറും അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് അറ്റൻഷൻ നൽകാൻ സാധിക്കുകയും പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആക്ടിവിറ്റീസിലൊന്നും പോവാതെ സെൽഫ് കൺട്രോളിൽ നിൽക്കാൻ സാധിക്കുകയും ചെയ്യും. നമ്മൾ ഇന്ന് ADHD കുറിച്ചാണ് സംസാരിച്ചത്. സ്പെഷ്യലി കുട്ടികളിൽ വരുന്ന ADHD കുറിച്ചാണ് നമ്മൾ കൂടുതലും പ്രതിപാദിക്കേണ്ടത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതും ADHD കുട്ടികളിൽ മാത്രമല്ല മുതിർന്നവരിലും ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.